ചൂടുണ്ടേ. ഓ അമ്മ എന്താണ്? അമ്മ എഴുന്നേറ്റ് പക്ഷെ ഭയങ്കര ക്ഷീണമെന്ന്. അടുക്കളയിലൊക്കെ കറങ്ങി കറങ്ങി നിൽക്കുക. വൈകി പിന്നെ അമ്മ എന്തിനാ അടുക്കളയിൽ നിനക്ക് ജോലി ചെയ്തോ? അവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്ത് ഇത്ര വയ്യാതിരിക്കണം അമ്മേനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുവോ? ഭയങ്കര ക്ഷീണമെന്ന്. എന്ത് പറ്റി? 2 ദിവസമായി തുടങ്ങിയിട്ട്. എന്നിട്ട് പറഞ്ഞില്ലല്ലോ? ഞാനോർത്ത് ഇനിയിപ്പോ എഴുന്നേറ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച്. എന്നിട്ട് അമ്മ കിടക്കാണ്? ഇല്ല, എഴുന്നേറ്റ്. അമ്മോ എന്നിട്ട് അമ്മ? ഇല്ല, ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വല്ലാത്ത ക്ഷീണം. തല ഇറക്കോ? ഇങ്ങനെ തല ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു എന്താണെന്ന് പറയാൻ പറ്റുന്നൊരു നാക്ക് ഒരുമാതിരി ഇരിക്കുന്നു. ഒരു എന്തോ ഒന്നും ചായ കുടിക്കാൻ പോലും വയറ് ഓർക്കാനും പോലെ തോന്നിച്ചതാ. അല്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങി നാക്കിനൊരു മരവിപ്പ്. എൻ്റെ ഈ കാലിനൊക്കെ ഭാരം കൂടുന്നത് എടുത്ത് വയ്ക്കാൻ. പറഞ്ഞൂടെ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? തൊട്ടതിനും വെച്ചതിനും ഒക്കെ ആശുപത്രി പോകണം തുടങ്ങിയാൽ അതിനേ കാലമുള്ളൂ. വയസ്സായി വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ. ഇനി അല്ല, എന്നാലും നമുക്ക് അവിടെ പോയെന്നോ എല്ലാവർക്കും നോക്കാമല്ലോ. കാരണം ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്തിൻ്റെങ്കിലും ലക്ഷണമൊക്കെ ആയിരിക്കും ഇത്. ഇപ്പൊ 5-6 മാസമായില്ലേ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട്. ഷുഗറും പ്രഷറൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ണിനെന്തോ ഒരു വല്ലാത്ത ഒരു അമ്മ, അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ആശുപത്രി പോവാം. ആശുപത്രി പോയി കഴിയുമ്പോൾ അവരവിടെ നോക്കാം. നമുക്ക് ഇവിടെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നൊക്കെ നല്ലതല്ലേ? അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഓരോന്ന് ഈ വർഷം നമ്മളെല്ലാം ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇതൊക്കെ ഓരോന്നിന്റെ ലക്ഷണങ്ങളായിരിക്കും അല്ലേ? അപ്പൊ അത് നമ്മൾ നോക്കാം. നമുക്ക് എന്താ അമ്മ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് കൊണ്ടുവന്നാക്കിട്ട് ഞാൻ പോവാം. ഞാനും കൂടെ വരാം. നീ വരണ്ട, നീയും കൂടെ വന്നാൽ ഒക്കത്തില്ല. നീ ഇവിടെ നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? ചെറുക്കനെ ഒന്ന് വിളിക്കണം. എന്തിന്? അല്ല, അവനും കൂടെ വരട്ടെ. അല്ലെങ്കിൽ പിന്നെ അവൻ അത് മതി പരാതിക്ക്. കല്യാണത്തിനൊന്നുമില്ലല്ലോ. അതല്ല, അവനെ വിളിച്ചില്ലെന്നുള്ള പരാതിയാ അവന്. എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് പറയും. ചേച്ചിക്ക് വയ്യാതായി പിന്നെ അത്യാവശ്യം കിടക്കുന്നല്ലോ. ചെക്കപ്പിന് പോണ അമ്പാവിന് വേണോ? എന്നാലും അവൻ കൂടെ വരട്ടെ. എനിക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന ചായ കുടിച്ചാ? പഞ്ചാര ഇട്ടാ അതില്? വേണ്ടേ പഞ്ചാര? പഞ്ചസാര വേണ്ട, എനിക്ക് തൊട്ടപ്പോ ഇനി പഞ്ചസാര. ചായ എടുത്തിട്ട് വരാം. അല്ല, ഇനിയിപ്പോ ചായ എടുക്കണ്ട. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ടേ? മതിയാ? നടക്കാൻ പറ്റുമോ? അങ്ങോട്ട് നടക്കണം. ജമന്തിയേ, അമ്മ എന്തേടി? അമ്മ അവിടെ കണ്ടില്ലല്ലോ. അമ്മേനെയും കൊണ്ട് ഏട്ടൻ ഹോസ്പിറ്റലിൽ പോയി. അമ്മയ്ക്ക് എന്താ വെച്ചാൽ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം. അതാണ്, നമുക്ക് 2 ദിവസമായിട്ട് ക്ഷീണം ഉണ്ടല്ലോ. ഇനി ഇപ്പൊ കൊണ്ടുപോയി ആശുപത്രിയിൽ. ആ ക്ഷീണം എന്താണെന്ന് അറിയണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോണ്ടേ? വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുമല്ല, ഷുഗറും പ്രഷറൊക്കെ നോക്കിയിട്ട് എത്ര കാലമായി? 5-6 മാസത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്തതാ. ഷുഗർ ഉണ്ടാവും, കൂടിയിട്ടുണ്ടാവും അല്ലേ? നല്ല കൂടിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ല നാത്തൂനെ. ഉച്ചയ്ക്കും ചോറ്, രാത്രിയും ചോറ്, രാവിലെയും കൂടെ കൊടുത്താൽ അമ്മ ഹാപ്പിയാവും. നിനക്ക് പറയാൻ പാടില്ല ഇങ്ങനെ ചോറുണ്ടല്ലേ അമ്മേന്ന്. നാത്തൂന് ഇതുവരെ അമ്മയുടെ സ്വഭാവം മനസ്സിലായില്ലേ? ഉച്ചക്കേ മീൻ വറുത്തത് 2 കൊടുത്തിട്ട് പിന്നെയും ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ എനിക്കാ കുറ്റം. ദൈവമേ, എന്തെങ്കിലും ഷുഗർ ഉണ്ടെന്ന് തോന്നണല്ലേ? മുഖമൊക്കെ ഭയങ്കരമായിട്ട് വീങ്ങിയിരിപ്പുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴേ ദേ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കണം. ഷുഗർ കൂടിയവർക്കാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്ര ക്ഷീണം. എന്ത് ചെയ്യുന്നു പറ, കുഞ്ഞു പിള്ളേരെ പോലെ അമ്മ. ഭഗവാനെ ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. പിന്നെ ഷുഗർ വന്നിട്ട് എന്ത് വരാൻ? ഞങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും വരുമൊന്നുമില്ല മോളെ. ഷുഗർ എന്ന് പറഞ്ഞാലേ അസുഖങ്ങളുടെ രാജാവാ. രാജാവല്ലേ? രാജാവായിട്ട് കുഴപ്പമില്ല. നാത്തൂന് കളിയാ. കളിയൊന്നും അല്ല, അതെ വേറെ രക്തമാ. അതിനൊന്നും വരൂല. പട്ടാളം. അതിന് അച്ഛനല്ലേ പട്ടാളം, അമ്മയല്ലല്ലോ. ഓക്കെ. ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ വേറെ കുറെ അസുഖങ്ങൾ ഇങ്ങനെ വാലെ വന്നോളും. ഞാനൊന്നും പറയണില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. നീ എവിടുന്ന് ഡോക്ടറേറ്റ് പഠിച്ചത്? ഇതൊക്കെ പറയണെങ്കിലേ ഡോക്ടറേറ്റിന്റെ ആവശ്യമൊന്നുമില്ല. പറ, എപ്പോഴാ പോയവര്? കൊറേ നേരം ആയി പോട്ടു. വരാറായി വന്നിട്ട്? അറിയത്തില്ല. വിളിച്ചു നോക്കായിരുന്നല്ലേ? വേണ്ട, വരട്ടെ.